ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് റേഷൻ പച്ചരി കൊണ്ട് ഇതുപോലെ അടിപൊളിയായിട്ട് അപ്പം എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാവേ. സൂപ്പറാകട്ടോ ഇത്. അപ്പോൾ ഞാൻ ഒരു കപ്പ് അളവിലുള്ള റേഷൻ പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്ന ഒരു 1.5 സ്പൂൺ അളവിലുള്ള നമ്മുടെ ഉഴുന്നാണ് കേട്ടോ. ഇത് മുഴുവനേ ഉള്ള ഉഴുന്നാണ്. അതോടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കാം. ഏകദേശം ഒരു 3 പ്രാവശ്യമെങ്കിലും ഇത് കഴുകി എടുക്കണം. അങ്ങനെ ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മൾ അരിയെടുത്ത കപ്പിന് ഒരു 1.5 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് നമുക്കിത് 3 മണിക്കൂറും നമുക്ക് ഇതൊന്ന് കുതിരാൻ വെക്കാം. അപ്പോൾ ഇത് 3 മണിക്കൂർ കുതിരാൻ വെക്കുന്ന ഇത് മതിയെന്ന് വെച്ചത്, അതായത് പച്ചരി ആയതുകൊണ്ട് ഇത് പെട്ടെന്ന് കുതിർന്ന് കിട്ടും. അങ്ങനെ ഇത് 3 മണിക്കൂറായിട്ടുണ്ട്. ഇത് എടുത്ത് നോക്കുമ്പോൾ നന്നായിട്ട് ഇത് കുതിർന്നിട്ടുണ്ട്. ഇപ്പോൾ രാത്രി 9 മണിയായിട്ടുണ്ട് കേട്ടോ. ഞാനിത് അരച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ ഇത് നമ്മൾ അരച്ചെടുക്കുമ്പോൾ ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ചേർക്കണ്ട. നമ്മൾ പച്ചരി കുതിരാൻ വെച്ചിരിക്കുന്ന വെള്ളം തന്നെ നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അത് മുഴുവൻ വേണ്ട, ഒരു പകുതി നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അരി മൊത്തം അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നു. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്, ഞാൻ പൊന്നേരിയുടെ ചോറാണ് ചേർക്കുന്നത്. ഒരു 1/4 കപ്പ് എടുത്തിട്ടുള്ളൂ. ഇനി അതിലേക്ക് ഗ്രേറ്റ് ചെയ്ത തേങ്ങ, അതും ഒരു 1/4 കപ്പാണ് ചേർത്തിരിക്കുന്നത്. ഇനി വേണമെങ്കിൽ ഇതിനകത്ത് 2 കഷ്ണം ചെറിയ ഉള്ളിയും ചെറിയ ജീരകവും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഒന്നുകൂടെ നല്ലതാണ്. ഇടയ്ക്കൊക്കെ ഞാൻ അങ്ങനെ ചേർത്ത് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇന്നിപ്പം ഞാനിങ്ങനെ ഇത് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി ആ വെള്ളവും കൂടെ ഒഴിച്ച് നമുക്ക് വെള്ളത്തിൻ്റെ പകുതി കൂടെ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടിതൊന്ന് നല്ല മഷി പോലെ നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അങ്ങനെ ഞാനത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ കുതിരാൻ വെച്ച നമ്മുടെ പാത്രത്തിലേക്ക് തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഈ ജാറ് കഴുകിയൊന്നും ഇനി എടുക്കണ്ട. ഇത് ആവശ്യത്തിന് ഇതിനകത്ത് വെള്ളമുണ്ട്. ഇനി ജാറ് കഴുകി ഇനി ഒഴിച്ചു കഴിഞ്ഞാൽ വെള്ളം കൂടും. കണ്ടല്ലോ, ഇതൊന്ന് നന്നായിട്ട് ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ഉപ്പ് പോലും ചേർക്കുന്നില്ല. ഇനി ബാക്കിയെല്ലാം നാളെയാണ് പരിപാടി. ഇനി ഇത് നമുക്ക് അടച്ചു വെക്കാം. രാവിലെ നമുക്കിത് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ രാവിലെ ഒരു 6:30 മണിയായിട്ടുണ്ട്. ഞാൻ ഇത് തുറന്ന് നോക്കിയിട്ടുണ്ട്. കണ്ടല്ലോ, നമ്മുടെ മാവെല്ലാം നല്ലവണ്ണം പതഞ്ഞ് പൊങ്ങി മേളോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചരുവത്തിൻ്റെ അവിടേക്ക് തുളുമ്പിയാണ് നിൽക്കുന്നത്. അങ്ങനെ ഇനി നമുക്കിതിനകത്തേക്ക് അതായത് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പിൻ്റെ കൂടെ 1 സ്പൂൺ പഞ്ചസാര കൂടെ ചേർക്കാം. ഞാൻ പക്ഷെ പഞ്ചസാര ചേർക്കുന്ന സമയത്ത് ക്യാമറ ഓഫായിപ്പോയി കേട്ടോ. പിന്നെ അതുകൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ചരുവത്തിൻ്റെ മുകളിലൊക്കെ ഇരിക്കുന്ന മാവൊക്കെ നമുക്കൊന്ന് തട്ടി കൊടുക്കാം. അതുപോലെ തട്ടി കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യണം. നമ്മുടെ പഞ്ചസാരയും ഉപ്പും ഒക്കെ നന്നായിട്ട് ഇതിലേക്ക് മിക്സായി വരണം. നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു മിനിറ്റോളം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കണ്ടല്ലോ, ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ഇത് നമ്മൾ ചൂടായ ചട്ടിയിലേക്കിട്ട് നമ്മൾ ഓരോന്നും നമ്മൾ അപ്പം ഉണ്ടാക്കി നമുക്ക് എടുക്കാം. കണ്ടല്ലോ, ഇത് ഉണ്ടാക്കുമ്പോൾ തന്നെ അറിയാമല്ലോ, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, നല്ലവണ്ണം മൊരിഞ്ഞ് കിഴുത്തകളൊക്കെ വീണ് നമ്മുടെ അപ്പം കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നല്ല സൂപ്പറാണെന്ന്. കണ്ടല്ലോ, എല്ലായിടവും ഇത് നന്നായിട്ട് എല്ലാ സൈഡും മുരിഞ്ഞ് വന്നിട്ടുണ്ട്. കണ്ടോ, ഇതെടുത്ത് നോക്കുമ്പോൾ അറിയാം നല്ല അടിപൊളിയാണെന്നുള്ളത്. ഇനി നമുക്ക് അടുത്തതും ഇതുപോലെ ചട്ടി ചൂടായി വരുമ്പോൾ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. ഞാൻ എപ്പോഴും ഇതുപോലെ പച്ചരി കിട്ടുന്ന സമയത്ത് ഞാൻ ഇതുപോലെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ല അപ്പമായിട്ട് കിട്ടും. ബേക്കിംഗ് സോഡയോ
ഈസ്റ്റോ ഒന്നും ചേർക്കാതാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ കൂട്ടുകാരൊരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അപ്പോൾ അറിയാം എങ്ങനെയുണ്ടെന്നുള്ളത്. ഇപ്പോൾ കണ്ട ഞാനൊരു പാത്രത്തിൽ ഒരപ്പമായിട്ട് തന്നെ എടുത്ത് നോക്കുന്നുണ്ട്. കണ്ട ഇത് തൊടുമ്പോൾ തന്നെ നല്ല പഞ്ഞി പോലെ ഇരിക്കുന്നത്, എത്ര സോഫ്റ്റാണെന്ന് നോക്കിക്കേ. അപ്പോൾ കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.